നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കല്ലൂരിൽ മാങ്ങ പൊട്ടിക്കുന്നതിനിടെ മാവിൽ നിന്ന് വീണ് 63കാരൻ മരിച്ചു. മാവിൻ ചുവട് സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. തൃശൂരിലേക്ക് സംഘടനാ സമ്മേളനത്തിന് പോയ ബസ്സുകൾ തടഞ്ഞതോടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ 25 മിനിറ്റോളം ഗതാഗത തടസ്സമുണ്ടായി. 18 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. വീട്ടിലെ കിടപ്പുമുറിയിലെ ബെഡിലെ രഹസ്യ അറയിൽ നിന്നുമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് വ്യാപാര കടയിൽ മോഷണം. 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. അളഗപ്പ നഗർ പഞ്ചായത്ത് 6ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൊഴിലുറപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. മഹാത്മാ വട്ടനാത്രയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും വിജ്ഞാന വികസന സദസ്സും നടന്നു. കൊടുങ്ങ വയോജന ക്ലബിന്റെ വാർഷികവും അനുമോദന യോഗവും വെള്ളിക്കുളങ്ങരയിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കല്ലൂരിൽ മാങ്ങ പറിക്കുന്നതിനിടെ മാവിൽ നിന്ന് വീണ് 63കാരൻ മരിച്ചു. കല്ലൂർ മാവിൻ ചുവട് കാവിൽ വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11ഓടെയാണ് സംഭവം. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ. ആലീസ് ആണ് ഭാര്യ. മരിയ, അനൂപ്, ചിന്നു എന്നിവർ മക്കളും സിബി, ജിജോ എന്നിവർ മരുമക്കളുമാണ്. തൃശൂരിലേക്ക് സംഘടനാ സമ്മേളനത്തിന് പോയ ബസ്സുകൾ തടഞ്ഞതോടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ 25 മിനിറ്റോളം ഗതാഗത തടസ്സമുണ്ടായി. എല്ലാ ട്രാക്കുകളിലും സമ്മേളന വാഹനങ്ങൾ നിർത്തിയിട്ടതോടെ മണലി പാലം വരെ വാഹന നിരയുണ്ടായി. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു സംഭവം. തൃശൂരിലേക്ക് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിന് പോകുന്ന ബസ്സുകളെ ടോളിൽ നിന്നും ഒഴിവാക്കാമെന്ന് പ്ലാസ അധികൃതർ പറഞ്ഞിരുന്നതായി സംഘടനാ പ്രവർത്തകർ ജീവനക്കാരോട് പറഞ്ഞെങ്കിലും തങ്ങൾക്ക് പ്രത്യേക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന നിലപാടിലായിരുന്നു ജീവനക്കാർ. ഇതോടെ പ്രവർത്തകർ ബസ്സുകൾ നിർത്തി ടോൾ പ്ലാസയിൽ ഇറങ്ങി നിന്നു. പിന്നീട് ടോൾ ജീവനക്കാർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തി ബസ്സുകൾ കടത്തിവിട്ടതോടെയാണ് ഗതാഗത തടസ്സം ഒഴിവായത്. 100 കണക്കിന് വാഹനങ്ങളാണ് സംഭവത്തെ തുടർന്ന് ടോൾ പ്ലാസയിൽ കുടുങ്ങിയത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 18 ഗ്രാം MDMA മയക്കുമരുന്നുമായി യുവാവിനെ ആളൂർ പോലീസ് പിടികൂടി. താഴേക്കാട് കണ്ണിക്കര തോട്ടത്തിൽ വീട്ടിൽ 30 വയസ്സുള്ള അരുണിനെയാണ് ആളൂർ ISHO മുഹമ്മദ് ബഷീറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കിടപ്പുമുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 18.020 ഗ്രാം മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. 1 മാസത്തോളമായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. SI-മാരായ രഘു, രാധാകൃഷ്ണൻ, ASI ധനലക്ഷ്മി, CPO-മാരായ ബിലഹരി, രതീഷ്, ഹരികൃഷ്ണൻ, അനീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI TR ബാബു എന്നിവർ ഇയാളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് വ്യാപാര കടയിൽ മോഷണം. കപ്പേളയ്ക്ക് സമീപം കാളൻ മലഞ്ചരക്ക് വ്യാപാര കടയിലാണ് മോഷണം നടന്നത്. ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, കുരുമുളക് തുടങ്ങി ഏകദേശം 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചുമർ തുറന്നാണ് സാധനങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നത്. പാവുണ്ണി കാളന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം. കടയിലെ മുഴുവൻ സാധനങ്ങളും മോഷണം പോയി. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പോലീസും വാർഡംഗം ഷാജു കാളിയങ്കരയും സ്ഥലം സന്ദർശിച്ചു. പറപ്പുകര PVS HSS-ലെ 1985 SSLC ബാച്ചിന്റെ 6ാമത് കുടുംബ സംഗമവും വാർഷിക പൊതുയോഗവും നടന്നു. മാനേജർ TS മുരളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PS ശശി അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മരിച്ചുപോയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുസ്മരിക്കുകയും ചെയ്തു. ജോയിന്റ് സെക്രട്ടറി മീനാക്ഷി, സെക്രട്ടറി PR മനോജ് കുമാർ, പ്രിൻസിപ്പാൾ ഇൻചാർജ് ലേഖ N, വൈസ് പ്രസിഡന്റ് KB പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി KD ദിലീപ്, ഉദയ ടീച്ചർ, സൈമൺ, AA തോമസ്, CV മുരളി എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ പഠിച്ചു പോയ ആ സമയത്തിനേക്കാളും ഈ സ്കൂളിനെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ സ്കൂളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുട്ടികൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ
മുന്നോട്ട് പോകാനുള്ള തീരുമാനം എത്ര കാലം എന്നറിയില്ലെങ്കിലും അത്ര ഇങ്ങനെ ഒരു കൂട്ടായ്മ എത്രയും കൊല്ലം കൊണ്ട് നടന്നതിൽ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ 83 വയസ്സാണ്, ഒരു മീറ്റിംഗ് വിളിച്ചാലും വരാനില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് പ്രത്യേകം ഒരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു ടീമാണ് നിങ്ങൾ. ഇന്ന് ഓർമ്മച്ചെപ്പ് സീസൺ 6 നടക്കുകയാണ്. എന്തായാലും ഈ സമയത്ത് നമുക്ക് ജനസംഖ്യത്തിൽ കുറവാണെങ്കിലും ഉച്ചയാകുമ്പോഴേക്കും ഒരുവിധം എല്ലാ വർഷത്തെയും പോലെ തന്നെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് തൊഴിലുറപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ശൈലജ നാരായണൻ നേതൃത്വം നൽകി. മഹാത്മാ വട്ടണാത്തലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും വിജ്ഞാന വികസന സദസ്സും നടന്നു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കെ വിജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ KN സനിൽ, MC സന്ദീപ്, മിഥുൻ രാജ്, ശൈലജ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിച്ച കാലം എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. അന്നൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പോയി കൂടി വന്ന റോഡിന്റെ വെള്ളത്തിൽ കിടക്കില്ല, അവർക്ക് അവനൊക്കെ കാറുള്ള കടിച്ച് വെള്ളം തെറിപ്പിച്ചു ഒക്കെ ഓർമ്മ വരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വയോജന ക്ലബിന്റെ വാർഷികവും അനുമോദന യോഗവും വെള്ളിക്കുളങ്ങരയിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KR ഔസേഫ് അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ബിന്നി ജോയ്, വയോജന ക്ലബ്ബ് പഞ്ചായത്ത് തല സെക്രട്ടറി TD ശ്രീധരൻ, വെള്ളിക്കുളങ്ങര ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർ മുഹമ്മദ് സലീം, PM ജോണി, NB ജോസ്, ലീല വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. അസമിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച പോൾദാസ് കിഴക്കേ പീടിക, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് സീനിയർ ജിയോളജിസ്റ്റ് AK മനോജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രാർത്ഥനയും ഉപവാസയജ്ഞവും വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ നടന്നു. മദ്യവിരുദ്ധ സമിതിയുടെ പുതുക്കാട് ഫൊറോന പ്രൊമോട്ടർ ഫാദർ സോണി കിഴക്കൂടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. VM അഗസ്റ്റിൻ, ഫാദർ ജോജു പനക്കൽ, സിസ്റ്റർ ഡാഫിനി, ഫാദർ ദേവസി പന്തലൂക്കാരൻ, ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ജോയ് ആറ്റുപുറം, എഡ്വിൻ തെക്കുംപുറം, ബിജു തളിയപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. അവരെന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടാക്കുന്ന കള്ള് മൂവാറ്റുപുഴ വിൽക്കും. പിന്നെ ആലപ്പുഴ ഭാഗത്ത് വരുന്ന കള്ള് അത് മൂവാറ്റുപുഴ വിൽക്കും. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു വണ്ടിയുണ്ട്. എന്താ പേര് അതിന്റെ? കള്ളുവണ്ടി അല്ലേ? നമ്മൾ പറയും ചില വണ്ടി വന്ന കണ്ടല്ലേ കള്ളുവണ്ടി എന്ന് പറയും. എന്നിട്ട് ഈ ആന മതിക്കുമ്പോ മയക്കാൻ കൊടുക്കുന്ന വെടിവെക്കുന്ന സാധനം ഉണ്ടല്ലോ, പണിക്കരി സാറ് വന്നിട്ട് വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ഡൈസിപ്പാം എന്ന് പറഞ്ഞ മയക്കമരുന്ന്, ഇത് ഈ കല്ലിൽ കിടക്കും. അങ്ങനെയാണ് ഈ കള്ള് ആനമൈക്കായിട്ട് വരുന്നത്. സാഹിത്യകാരിയായ NV ഇന്ദിരയുടെ എൻ്റെ കൊച്ചുലോകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നെല്ലായിയിൽ നടന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പുസ്തകം ഏറ്റുവാങ്ങി. NK പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. NS മഹേശ്വരൻ, NV ഇന്ദിര, NV പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ഒരു വ്യക്തിയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രധാനമായും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത്. രവീന്ദ്രൻ മാഷയുടെ പ്രസംഗം അല്ലെങ്കിൽ വർത്തമാനം കുറെ കാലമായി നമുക്കൊക്കെ വല്ലാതെ മിസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ MLA ആയിരുന്ന, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ ആഴ്ചയിൽ ഒരു പരിപാടിയിലെങ്കിലും ഞങ്ങളൊക്കെ. നെല്ലായി മഹാമുനിമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിന് സമാപനമായി. തിരുവല്ല രാജം S നമ്പൂതിരിയുടെയും സുവർണനി ദേവിയുടെയും നേതൃത്വത്തിലായിരുന്നു സപ്താഹം നടന്നിരുന്നത്. ഞായറാഴ്ച രാപ്പാൾ ബേബി ശേഖറിന്റെ നേതൃത്വത്തിൽ ഭക്തിഗാനസുദ്ധയും ഒരുക്കിയിരുന്നു. BMS പ്രവാസ് യോജന യോഗം പുതുക്കാട് സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമിതി അംഗം P ഗോപിനാഥ്, മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത്, TI നാരായണൻ, KK മനോജൻ എന്നിവർ പ്രസംഗിച്ചു.
SFI അളഗപ്പ വെസ്റ്റ് ലോക്കൽ സമ്മേളനം മണ്ണമ്പേട്ടയിൽ നടന്നു. SFI ജില്ലാ കമ്മിറ്റി അംഗം അശ്വിൻ ഉദ്ഘാടനം ചെയ്തു. SFI അളഗപ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് അശ്വിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. SFI കൊടകര ഏരിയ സെക്രട്ടറി KR രാഹുൽ, SFI അളഗപ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS ആകാശ്, സംഘാടക സമിതി ചെയർമാൻ സോജൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി PS ആകാശ്, EJ സൂര്യ എന്നിവരെ തെരഞ്ഞെടുത്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 151ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. സൗജന്യ രക്തപരിശോധനയും ഇതോടൊപ്പം നടന്നു. ഡോക്ടർ ശാന്തി പ്രിയ, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, സഞ്ജീവ് K മേനോൻ, KK വെങ്കടാചലം, KV രാമജയൻ, P പങ്കജാക്ഷൻ, അനിൽ വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയ്ക്ക് വിധേയരായവരിൽ തിമിര രോഗമുള്ളതായി കണ്ടെത്തിയ 32 പേരെ സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ OS സൂര്യയെ വെള്ളിക്കുളങ്ങര സൗഹൃദ കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സൗഹൃദ കലാ കൂട്ടായ്മയുടെ സെക്രട്ടറി സുധീർ വെള്ളിക്കുളങ്ങര ട്രോഫി സമ്മാനിച്ചു. കലാകാരന്മാരായ സുധി കലാഭവൻ, സെയ്ക്കോ ജോസ്, ഷൈജു ജോസ്, മോഹൻദാസ്, കിച്ചു, ആശാ നമ്പ്യാർ തുടങ്ങിയവർ സന്നിഹിതരായി. വെള്ളിക്കുളങ്ങര മോനോടി സ്വദേശി പരേതനായ സുരേഷ്, സിന്ധു ദമ്പതികളുടെ മകളാണ് സൂര്യ. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ടൂർണമെന്റിന് ഈ കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും ഫുൾ A+ വാങ്ങിയ സൂര്യ OSനെ ഞങ്ങളുടെ വെള്ളിക്കുളങ്ങര സൗഹൃദ കൂട്ടായ്മ കല. മുരിക്കിങ്ങൽ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ശനിയാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി കുഴിയേലി നഗർണമന അപ്പു, മേൽശാന്തി ഏറന്നൂർമന ഹരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വഴിപാടുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9495780500. കാലവർഷം തെക്കൻ ആൻഡമാൻ കടലിലെത്തി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത്. മാലദ്വീപ്, കോമറിൻ മേഖലയിലേക്കും നിക്കോബാർ ദ്വീപിലേക്കുമാണ് കാലവർഷം എത്തിയതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടിമിന്നലോടെയുള്ള ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 22 വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ പ്രവചനമുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ മെയ് 22ഓടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ലോ കോളേജ് അംബേദ്കർ സ്റ്റഡി സർക്കിൾ സെന്ററിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ് എ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുത്തുകൊടുക്കുന്നു. വടക്കേ സ്റ്റാൻഡിലെ PG സെന്ററിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. പേഴ്സണൽ മെമ്പർഷിപ്പും ആവശ്യമാണെങ്കിൽ ട്യൂഷനും ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസുകൾ സൗജന്യമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 7034242193. അടുത്ത നമ്പർ 7356096947. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി ബുധനാഴ്ച രാവിലെ 10-ന് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6840 രൂപ, പവന് 54,720 രൂപ. ചെങ്ങാലൂർ മാട്ടുമല കൊട്ടാടത്ത് ഗംഗാധരൻ ഭാര്യ കമലം അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കല്ലൂരിൽ മാങ്ങ പൊട്ടിക്കുന്നതിനിടെ മാവിൽ നിന്ന് വീണ് 63കാരൻ മരിച്ചു. മാവിൻ ചുവട് സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. തൃശൂരിലേക്ക് സംഘടനാ സമ്മേളനത്തിന് പോയ ബസ്സുകൾ തടഞ്ഞതോടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ 25 മിനിറ്റോളം ഗതാഗത തടസ്സമുണ്ടായി. 18 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. വീട്ടിലെ കിടപ്പുമുറിയിലെ ബെഡിലെ രഹസ്യ അറയിൽ നിന്നുമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് വ്യാപാര കടയിൽ മോഷണം. 60,000 രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. അളഗപ്പ നഗർ പഞ്ചായത്ത് 6ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൊഴിലുറപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം.
മഹാത്മാ വട്ടനാത്രയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും വിജ്ഞാന വികസന സദസ്സും നടന്നു. കൊടുങ്ങ വയോജന ക്ലബിന്റെ വാർഷികവും അനുമോദന യോഗവും വെള്ളിക്കുളങ്ങരയിൽ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.